ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റില്ല. ഇതിപ്പോ അനക്കൊന്നുമില്ല. രാവിലെ അതിഭയങ്കരമായ മഴ. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കതകും തുറന്ന് അകത്തേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് അക്കു ഇക്കു കുക്കു എന്നൊക്കെ വിളിച്ചിട്ട് ആകാശിന്റെ റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. എന്തോ ഒരു ദുരൂഹതയില്ലേ? അതന്നെയാണ് ഞാനും ചോദിക്കണത്. എന്താ ചവിടെ നടക്കണത്? എനിക്കെങ്ങനെയാണത്? എടാ ഇത് എന്തൊക്കെയാണ് ഇത് ആണെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തോട്ടാ. അമ്മ എങ്ങനെ പറഞ്ഞാൽ ഭൂകമ്പം ആയിരിക്കും ഇവിടെ. ആ അത് ശരിയാട്ടാ, മീറ്റർ കുറച്ച് കയറ്റി പിടിച്ച് ചെയ്യണ ആളാ. പ്രശ്നമാവും അത്. ഈ അച്ഛനെന്തിനാണ് ഈ അമ്മയെ പേടിക്കുന്നേ? അച്ഛനൊന്ന് ശരിക്കും ഓർത്ത് നോക്കി. അവസാനമായിട്ട് എന്നാ തട്ടേ കയറിയത്? എടാ ഇതൊന്നല്ല, ഇവനില്ലേ ആകാശ്, ഇവന്റെ പലപ്പോഴുള്ള സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവനെ കല്യാണം കഴിക്കാണോ മറ്റേ ലിവിങ് ടുഗദറിനൊക്കെ എന്താ മുട്ടി വെക്കാന്നുള്ളത്. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ പന്നിനെ കൊന്നള് ഞമ്മളെ കാര്യം പറഞ്ഞേക്കാം. അച്ഛ ഇത് അത് തന്നെയാ ന്യൂ ജനറേഷൻ. എന്റെ ബെസ്റ്റ് കേട്ടിട്ടില്ലേ? ഫ്രണ്ടിക്ക് മേളെ ലവർക്ക് കീഴേ. പഴയ നാടക സെറ്റപ്പ് ഒക്കെ തന്നെ. അച്ഛ ഡീല് ആടാ. എടാ മക്കളെ അരു ഇതൊന്ന് പൊട്ടിച്ചാടാ. ഇതാരുടെ ബാഗ്? ഇതെന്നാ പറ്റിയേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ തന്നെ പറയാതിരിക്കണേ. അമ്മയുടെ പുന്നാരവനല്ലേ. നിങ്ങൾ ഈ ചോദ്യോത്തര പരിപാടി നിർത്തിയിടുന്ന കാര്യം പറയാവോ? നീ പറ. നിങ്ങൾക്ക് വയ്യ ഞാൻ പറയാം. അമ്മയുടെ ഇളയ മോൻ്റെ ഒരു പെണ്ണിനെ കയറ്റി ആ റൂമിൽ കയറി കഥ അടച്ചിരിക്കുക. മനസ്സിലായില്ല. ഇളയ മകൻ ഒരു പെണ്ണ് ആ റൂമില് കഥ അടച്ചു. ഇതിലേതാ മനസ്സിലാവാത്തെ? ഇത് സത്യമാണ് മനുഷ്യ. എന്നിട്ട് എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ വിഡ്കോസിയാന്ന് പറഞ്ഞ് കുത്തിയിരിക്കണോ? വെട്ടി പൊളിക്കണ കഥ. അയ്യോ, അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പോയപ്പോ എന്റെ തലക്കിട്ട് തട്ടി. അച്ഛനെ പോടോന്നൊക്കെ വിളിച്ച്. അച്ഛനെയോ? എന്താ എന്നാന്ന് ചോദിക്കും. ചോദിച്ചിട്ട് പോയുള്ളൂ. കീറമ്മേ ആകാശേ, എന്താ നിങ്ങളെ പ്രശ്നം? എന്തിനോ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് ഞങ്ങളോട് എന്തിനാ അലർന്നോ ചോദിക്കണം. നിങ്ങളുടെ റൂമോ? എടീ എന്താണ് നിന്റെ ഉദ്ദേശം? എന്നെ എടി പൊടി എങ്ങാനും വിളിച്ച എടി നീ എന്നാ ചെയ്യടി? എട്ടി കോലവാനി വഴക്കും ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ട് ഞാനടി. ഞാൻ എന്റെ അക്കൂനെ കാണാൻ വന്നേ. അവനെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകും. നിന്റെ ആരാടി അക്കു? അവളെ അവനെ വിളിക്കുന്ന ചെല്ലപ്പേരാ അക്കൂന്ന്. അക്കു ഞാനോടി അവനെ പറ്റത്. അവന്റെ പേരിടാൻ. അമ്മക്ക് എന്തിനാ ഇവളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണേ? അല്ലെങ്കിൽ തന്നെ വേറെ ഒരുത്തനുണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഇറങ്ങി വാടാ ആകാശേ, പെൺകോന്ത ഇറങ്ങി വേണം പിണ്ടമേ. നിങ്ങക്കൊക്കെ എന്തിന്റെ കേടാണ്? ഓ ഇപ്പൊ നിനക്ക് ഞങ്ങളുടെ കേടെന്താന്ന് അറിയണോ അല്ലേ? അവള് പറഞ്ഞില്ല, അവളെന്നെ കാണാമെന്നു പറഞ്ഞില്ലേ? അങ്ങനെ നിന്നെ കാണാമെന്നുണ്ടെങ്കിൽ മുറി കയറി പൂട്ടണ കാര്യം എന്താ? കാണണേ വേറെ എവിടെയെങ്കിലും പോയി കണ്ടോണം. ഓ കാളവണ്ടി അയച്ചിട്ട ഒരു സാധനം. അമ്മ സൂക്ഷിച്ച് സംസാരിക്ക്, അവൾക്ക് ഡിഗ്നിറ്റി ഉള്ള. ഇതല്ല അന്തസ്. മോളെ നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? തേനൊലിക്കുന്നു. നിന്റെ വീട് എവിടെയാടി? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? എന്റെ പേര് ഋഷഭ, വീട് കോഴിക്കോട്. അയ്യോടാ ഞാൻ പോടാത്ത്. ഋഷഭ, അതെന്തോരു പേരാ ഇത്? ഋഷഭം എന്ന് പറഞ്ഞ കാളയാ. ഓ ഇത് ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഇങ്ങനെ നടന്നിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അത്രയും കൂടി നടന്നിട്ടില്ല. ആഹാ, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നു. നീയാണ് എന്റെ മൂലകാരണം. അതെ, നീ മര്യാദ ഒരു കല്യാണം കഴിച്ചൊരു മാതൃക കാട്ടിയിരുന്നെങ്കിലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ വീട്ടിൽ നടക്കില്ല. അതെ, നീ ഒറ്റ ഒരുത്തന്നെ ഇതിനെല്ലാം കാരണം. ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിലായ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ വെറുതെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായി പോകരുത്. ആ കഥ കടച്ചിട്ടിരിക്കണം അവന്റെയും അവളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിപ്പോ സൗഹൃദമാണോ പ്രേമാണോ അതോ വല്ല ലിവിങ് ടുഗദർ ആണോ നമുക്കറിയില്ല. ലിവിങ് ടുഗദറോ? അതെന്താടാ? അമ്മ ഈ കല്യാണം കഴിക്കാതെ ആണും പെണ്ണും കൂടെ ഒരുമിച്ച് താമസിക്കത്തില്ലേ? അത് തന്നെ. ഇവിടെ തൊട്ട് പുറപ്പെടുകയും ചെയ്തു. അവിടെ ആണെങ്കിലും എത്തിയിട്ടുമില്ല. അയ്യേ, ഇതെന്തൊരു ഏർപ്പാടാടാ. ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ വെച്ച് ഓർപ്പിക്കല്ലോ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചെല്ലേ, നീ എന്ത് ഷോടി കാണിച്ചേ?
എന്തപ്പോ ഇവിടെ ഉണ്ടായ എനിക്കൊന്നും മനസ്സിലാവണല്ല. അമ്മാര് സീനായി പോയി. എന്ത് സീന്? ഒരു സീനും ഇല്ല. ആ നിനക്ക് സീനൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ആ ഹോസ്റ്റൽ വാർഡൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. തല്ലല്ലാതെ ബാക്കിയൊക്കെ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് ചാടിയെ. നിനക്കറിയാലോ, എനിക്ക് ഇവിടെ വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇല്ല. ആകെ ഉള്ളത് ഇവിടെയാ. അങ്ങനെ എങ്ങോട്ട് കയറി വന്നേ. നീ ആണെങ്കിലോ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല. നിനക്ക് ആ കോളൊന്നും എടുത്തൂടെ? ഞാൻ കണ്ടില്ല അതിന്. ഈ ചട്ടിയും കൊട്ടയും വടിയും ചൂലും തുണിയും ഇതൊക്കെ കൂടെ എടുത്ത് എത്ര നേരം വെച്ചാൽ പരിപാടിയിൽ നിൽക്കണ്ടേ? എടി നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതെന്റെ വീടല്ലേ. നീ കിടന്ന് ഒച്ചെടുത്തതൊക്കെ എന്റെ അച്ഛനും അമ്മയും ബ്രദേഴ്സൊക്കെയാണ്. അവര് നോക്കുമ്പോ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ചെക്കന്റെ റൂമിൽ കയറി വാതിലടച്ചു. ഇത് സംഗതി അവിടെ പോയി നിൽക്കുന്നറിയോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അവർ കാല് പോയി പിടിക്കണോ? ക്ഷമ ചോദിക്കണോ? എടി ഫാമിലി പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് പരിപാടിയാണ്. അവർക്ക് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് ഈ ഒച്ചപ്പാടും പാളും ഉണ്ടാക്കണം എന്നുള്ളൂ. പാവങ്ങളാ. എടാ, ഞാൻ നിന്നെ വിളിച്ചാ കിട്ടാത്ത ടെൻഷനിലും ഫ്രസ്ട്രേഷനിലും എന്തൊക്കെയോ. നിനക്ക് ഞാൻ സെറ്റാക്കി തരാം. എടി 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 ദമ്പല് കണ്ടായിരുന്നു. ഒളിഞ്ഞു കേക്കുക അല്ലേ? ഞങ്ങൾ ചിലപ്പോൾ നേരെ നിന്ന് കേൾക്കും, കുനിഞ്ഞു നിന്ന് കേൾക്കും, ചിലപ്പോൾ ചരിഞ്ഞു നിന്ന് കേൾക്കും. ഇത് ഞങ്ങളുടെ വീടാ. നീ ആരാ ചോദിക്കാൻ? എന്റെ പൊന്നു ചേട്ടന്മാരെ, ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? എടി നീ വന്നപ്പോ മുതലേ ഞങ്ങളുടെ പ്രശ്നം ചോദിച്ചോണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ളത് പറ. ആകാശ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. എടാ നീ അവള് പറയാ കേട്ടാ, ഇത് അവൻ വർക്ക് ചെയ്യണ്ടെന്ന്. ആഹാ, അപ്പൊ നീ മാത്രമേ ഉള്ളൂ ഇവിടെ പണിയെടുക്കാത്തത്. അതന്നെ ഏർപ്പാടാ. ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. ആ മണ്ടനെ ഞാൻ പല തവണ വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. പിന്നെ അപ്പത്തെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്റെ വായി തോന്നിയ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പിന്നെ നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങൾ അതിനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലടാ. എന്റെ പൊന്ന ഋഷബാബ, സന്തോഷവും സമാധാനവുമുള്ള ഒരു കൊച്ചു കുടുംബം. ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. അപ്പോൾ ഏതൊരു സഹോദരങ്ങളും ചെയ്യുന്നത് ഞങ്ങളും ചെയ്തുള്ളൂ. അപ്പോ ഇതിനൊരു പരിഹാരം ഇപ്പൊ ഉണ്ടാക്കണം. പരിഹാരം ഉണ്ട്. എനിക്കൊരു റൂം കിട്ടുന്നവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഓക്കെ? അവളീ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്താ? അപ്ഡേറ്റഡ് അവിടെ. അപ്ഡേറ്റഡ് ആയ കഥ അടയ്ക്കാം.